ഗുഡ് മോർണിംഗ്. യേശുവിനെ പോലെയാകാം പ്രതിദിന പ്രഭാത ധ്യാനത്തിലേക്ക് ഏവർക്കും ക്രിസ്തു യേശുവിനുള്ളതായ സ്വാഗതം. പ്രിയരെ, ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് വചനത്തെ പ്രകാശിപ്പിക്കുന്നു എന്നുള്ളതായ ഒരു വിഷയത്തിന്മേലാണ് നാം ആയിരിക്കുന്നത്. തിരുവചനം ഇപ്രകാരം പറയുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 17-ാം അധ്യായം 11-ാമത് വാക്യം, അവർ തെസ്സലോനിക്കയിൽ ഉള്ളവരെക്കാൾ ഉത്തമന്മാർ ആയിരുന്നു. അവർ വചനം പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊണ്ടതല്ലാതെ അത് അങ്ങനെ തന്നെയോ എന്ന് ദിനം പ്രതി തിരുവെഴുത്തുകളെ പരിശോധിച്ചു പോന്നു. പ്രിയരെ, സത്യവേദ പുസ്തകം നാം വായിക്കുമ്പോൾ തിരുവെഴുത്തുകളിൽ പറഞ്ഞിരിക്കുന്നതായ സത്യവചനം അത് ശരിയായിട്ട് തന്നെയാണോ നാം പഠിക്കുന്നത്, വായിക്കുന്നത്, ഗ്രഹിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. പരിശുദ്ധാത്മാവ് പ്രാപിച്ചവരായി വചനത്തെ പ്രകാശിപ്പിക്കുന്നവരായും മറ്റുള്ളവർക്ക് ചെറിയ വെളിച്ചമായും നാം നിലനിൽക്കേണ്ടതുണ്ട്. ഇവിടെ പറയുന്നു, പരിശുദ്ധാത്മാവ് ആത്മാർത്ഥമായ അന്വേഷണകനോടുകൂടെ ഉണ്ട്. അപ്രകാരമെങ്കിൽ തിരുവെഴുത്തുകളെ മർമ്മങ്ങളെ ശരിയായ രീതിയിൽ മനസ്സിലാക്കുവാൻ നാം മനസ്സ് വയ്ക്കുമ്പോഴാണ്, അപ്രകാരം നാം പഠിക്കുമ്പോഴാണ് തിരുവെഴുത്തുകളുടെ ആഴമേറിയതായ വശങ്ങൾ നമുക്ക് മനസ്സിലാകുന്നത്. പ്രിയരെ, കർത്താവായ യേശുക്രിസ്തു താൻ ഭൂമിയിലായിരുന്ന സമയത്ത് യഹൂദന്മാരോട് ഇപ്രകാരം പറയുന്നു, നിങ്ങൾ തിരുവെഴുത്തുകളെ പരിശോധിക്കുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ, അവ എനിക്ക് സാക്ഷ്യം പറയുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 5:39 ഇപ്രകാരം പറയുന്നത്. അവിടെ കർത്താവായ യേശുക്രിസ്തു താൻ ഭൂമിയിലായിരുന്നതായ സമയത്ത് ക്രിസ്തു സംസാരിക്കുന്നതായ കാര്യങ്ങൾ തിരുവെഴുത്തുകളിൽ ഉള്ളത് തന്നെയോ എന്ന് ക്രിസ്തുവിനെ ചോദ്യം ചെയ്യേണ്ടതിന് വേണ്ടിയിട്ടും ക്രിസ്തുവിനെ മറ്റുള്ളവരുടെ മുമ്പിൽ പരിഹാസ്യനാകുന്നതിന് വേണ്ടിയിട്ടുമാണ് അവർ അങ്ങനെ തിരുവെഴുത്തുകളെ പഠിച്ചിട്ട് ആ രീതിയിൽ അവർ വ്യാഖ്യാനിക്കുമായിരുന്നു. അങ്ങനെയുള്ളവരോടാണ് കർത്താവ് ക്രിസ്തു അപ്രകാരം പറഞ്ഞത്. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് താൻ തെസ്സലോനിക്കയിൽ ഉള്ളവരെക്കാൾ ബെരോബയിലുള്ള വിശ്വാസികൾ ശരിയായ രീതിയിൽ വചനം പഠിക്കുകയും അവർ അത് അങ്ങനെ തന്നെ പരിശോധിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളത് പരിശുദ്ധാത്മാ നിയോഗത്താൽ പരിശുദ്ധാത്മാവ് പ്രാപിച്ചിട്ട് അവർ പഠിച്ചതായതുകൊണ്ട് അതിലെ മർമ്മങ്ങൾ അവർക്ക് ശരിയായ രീതിയിൽ മനസ്സിലാക്കിയെടുക്കുവാൻ സാധിച്ചു. ക്രിസ്തു എന്നുള്ളത് യേശു തന്നെ എന്ന് തന്നെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഉള്ളതായ പഠനമായിരുന്നു അപ്പോസ്തലനായ പൗലോസ് ബെരോബയിലെ വിശ്വാസികൾക്ക് അത് പറഞ്ഞു കൊടുത്തിരുന്നത്. പ്രിയരെ, വചനത്തെ ആത്മാവും ജീവനും ആക്കിക്കൊണ്ട് ദൈവം തന്നെ പരിശുദ്ധാത്മാവിനോടുകൂടി നമ്മോട് ഇടപെടുന്നതായ നാളുകളായിരിക്കണം ഈ കാലഘട്ടങ്ങൾ. സത്യത്തെ അന്വേഷിക്കുന്നവൻ ആത്മാവിൻ്റെ സഹായം തേടിക്കൊണ്ട് ദൈവത്തോടൊപ്പം നമ്മുടെ ഹൃദയങ്ങളെ ചേർത്ത് വയ്ക്കേണ്ടതാകുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് ആ അനുഗ്രഹം പ്രാപിക്കുവാൻ സാധിക്കും. ഇന്നുള്ളതായ ജനങ്ങൾക്ക് നൽകുവാനുള്ളതായ ജീവൻ്റെ വചനം അവർക്ക് തീർച്ചയായിട്ടും ക്രിസ്തുവിൽ നിന്ന് ലഭ്യമാകും. അവർ വേഗത്തിൽ ഗോതമ്പിനെയും പതിരിനെയും തിരിച്ചറിയുവാൻ അവർക്ക് സാധ്യമാകും. കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് അതിനു വേണ്ടിയിട്ടുള്ളതായ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. അതുതന്നെ നമുക്കും ലഭ്യമാകും. സത്യവേദ പുസ്തകം വീണ്ടും നമ്മോടായി പറയുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 14-ാം അധ്യായം അതിൻ്റെ 27-ാമത് വാക്യത്തിൽ, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. കലങ്ങിപ്പോകുന്നതായ അവസ്ഥ ഒരിക്കലും ദൈവമക്കളിൽ ഉണ്ടാകരുത് എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. കാരണം കലഹത്തിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത് പിശാചിൻ്റെ ആത്മാവാണ്. അതൊരിക്കലും പ്രവർത്തിക്കുവാൻ നാമായിട്ട് അവസരം നാം ഒരുക്കി കൊടുക്കരുത്. അതുകൊണ്ട് ദൈവത്തിൽ വിശ്വസിച്ച് അടിയുറച്ച് നിന്ന് ദൈവത്തിൻ്റെ കുടുംബത്തിലെ അംഗമായി നിലനിന്നുകൊണ്ട് ഓരോ ദിനവും മുന്നോട്ട് കൊണ്ടുപോകുവാൻ സർവ്വശക്തനായ ദൈവം നമുക്ക് ശക്തി പകരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. സർവ്വചരാചരങ്ങളുടെയും ഉടയവനും നിത്യനും നീതിമാനും വാഴ്ത്തപ്പെട്ടവനും നല്ലവനുമായ ദൈവമേ, അനുഗ്രഹമേറിയതായ ഒരു പ്രഭാതം നീ ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. ദൈവമേ, ഇത് വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ശ്രവിച്ചു കൊണ്ടിരിക്കുന്നതായ ഓരോ മക്കളെയും നിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. ഇന്ന് പകൽക്കാലം അവരെയൊക്കെയും അനുഗ്രഹിക്കണം കർത്താവേ. ആവശ്യം വേണ്ടുന്നതായ എല്ലാ ആത്മീയ ഭൗമിക നന്മകളാൽ നിറച്ച് നീ അവരെ ധൈര്യപ്പെടുത്തുന്നതിനായി സ്തോത്രം. സകലതും കർത്താവ് ഞങ്ങളുടെ സന്നിധിയിൽ താഴ്ത്തി പരമേൽപ്പിക്കുമ്പോൾ കൃപയോടെ പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ.